രാജ്യസഭയിൽ വീണ്ടും ചർച്ചയായി ക്രൈസ്തവർ ഇന്ത്യയിൽ നേരിടുന്ന പ്രതിസന്ധികൾ. ഇത്തവണ കണക്കുകൾ എണ്ണി പറഞ്ഞാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭ MP P. വിൽസൺ നടത്തിയ പ്രസംഗം. In recent years, India has witnessed a disturbing escalation in targeted violence against minority communities. Mob lynchings, attacks on pastors, priests, the systematic vandalism of churches and mosques. ജനക്കൂട്ടത്തിന്റെ ആക്രമണങ്ങൾ, പാസ്റ്റർമാർക്കും പുരോഹിതന്മാർക്കും നേരെയുള്ള അക്രമങ്ങൾ, പള്ളികൾക്ക് നേരെയുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ എന്നിവ എടുത്തെടുത്തു പറഞ്ഞായിരുന്നു പ്രസംഗം. സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തെ തന്നെ ബാധിക്കുന്ന അതീവ ഗൗരവകരമായ ഒരു വിഷയത്തിലേക്കാണ് MP P. വിൽസൺ വിരൽ ചൂണ്ടിയത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്ഥാപിതമായ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ തകർച്ചയെക്കുറിച്ച് അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. Reports indicate that between 2012 and 2025, over 5,000 incidents of violence and harassment against Christians alone have been documented, with more than 800 incidents recorded in 2024. Hate speeches against minorities, including Muslims and Christians in India, rose by 13% in 2025. India Hate Lab documented 1,318 instances of hate speech against minorities between 2023 and 2025. സമീപകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ ഭയാനകമാം വിധം വർദ്ധിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനക്കൂട്ടത്തിന്റെ ആക്രമണങ്ങൾ, പള്ളികൾക്ക് നേരെയുള്ള ആസൂത്രിതമായ നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തന്റെ വാദങ്ങളെ പിന്താങ്ങുന്നതിനായി ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും അദ്ദേഹം സഭയ്ക്ക് മുന്നിൽ വെച്ചു. 2012നും 2025നുമിടയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രം 5000-ലധികം അക്രമ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2024 മാത്രം 800-ലധികം അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2025 ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ 13% വർധനവുണ്ടായി. 2023നും 2025 1318 വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇന്ത്യ ഹെയ്റ്റ് ലാബ് രേഖപ്പെടുത്തിയത്. മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ പലപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. 2020 മുതൽ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം ഏകദേശം 400 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 1200 വ്യക്തികളെ വ്യാജാരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സമത്വം, മതേതരത്വം, മതസ്വാതന്ത്ര്യം എന്നിവയുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. സ്വകാര്യ വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നവർക്കെതിരെ പോലും FIR രജിസ്റ്റർ ചെയ്യുന്നതും നിരപരാധികളെ മാസങ്ങളോളം ജയിലിലടയ്ക്കുന്നതും പതിവാകുന്നു. ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യാനികൾക്ക് മൃതദേഹമടക്കം ചെയ്യാൻ പോലും അനുവാദം നിഷേധിക്കപ്പെടുന്നുവെന്നും പലപ്പോഴും സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ അവർ നിർബന്ധിതരാകുന്നുവെന്നുമുള്ള ദയനീയമായ സാഹചര്യം അദ്ദേഹം വിവരിച്ചു. ക്രിസ്മസ് വേളയിൽ പള്ളികൾ തകർക്കുകയും അലങ്കാരങ്ങളും നശിപ്പിക്കുകയും ചെയ്ത സംഭവവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ന് വെറുമൊരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. കമ്മീഷനിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തുടങ്ങി എല്ലാ അംഗങ്ങളുടെയും തസ്തികകൾ കഴിഞ്ഞ 10 മാസത്തിലേറെയായി ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേവലം ഉപദേശക സ്വഭാവമുള്ള അധികാരം മാത്രമുള്ള കമ്മീഷനെ പല്ലില്ലാത്ത കടുവ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ കമ്മീഷനിലെ ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും അതിന് ഭരണഘടനാപരമായ പദവി നൽകണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. SC/STT കമ്മീഷനുകൾക്ക് തുല്യമായ അധികാരം നൽകി ന്യൂനപക്ഷ കമ്മീഷനെ ശക്തിപ്പെടുത്തേണ്ടത് ജനാധിപത്യം നിലനിർത്താൻ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. Sir, for giving an opportunity to speak today. I rise today to speak on a matter that goes to the very soul of our Constitution, the shocking collapse of the National Commission for Minorities, established to protect the rights of religious minorities in India like Muslims, Christians, Sikhs, Buddhists, Parsis and Jains. In recent years, India has witnessed a disturbing escalation in targeted violence against minority communities. Mob lynchings, attacks on pastors, priests, the systematic vandalism of churches and mosques. Reports indicate that between 2012 and 2025, over 5,000 incidents of violence and harassment against Christians alone have been documented,
with more than 800 incidents recorded in 2024. Hate speeches against minorities, including Muslims and Christians in India, rose by 13% in 2025. India Hate Lab documented 1,318 instances of hate speech against minorities between 2023 and 2025. Anti-conversion laws are increasingly misused in some states to file multiple FIRs, even against minors and individuals conducting prayers in private homes. People are arrested and kept in jails for months only to be acquitted later. During Christmas, the churches were ransacked, idols and decorations were destroyed. In tribal regions, the situation is even more distressing. Christians are being denied access to burial grounds and in several cases have been forced to exhume the bodies of their loved ones. Since 2020, nearly 400 cases have been registered under anti-conversion laws, leading to the arrest of 1,200 individuals on false charges. They strike at the very heart of our constitutional promise of equality, secularism and religious freedom. And at a time when minorities need institutional protection the most, the National Commission for Minorities, the body meant to act as a sentinel of justice, have been reduced to an empty office building today. Even a single post in the commission, the chairperson, vice chairperson and all members lies vacant. These vacancies have persisted for over 10 months and some of them more than 3 years. It sends a chilling message that minority constitutional safeguards can be left unaddressed indefinitely. In 2017-18, the Parliamentary Standing Committee on Social Justice and Empowerment described the Commission as most ineffective in addressing discrimination, marginalization and violence, and it recommended granting constitutional status to the National Commission of Minorities without delay. Currently, its powers are merely advisory. A former chairperson described it as a toothless tiger because it has only recommendatory powers. Nearly a decade later, instead of strengthening the Commission, the government has allowed it to collapse entirely. I urge the Honourable Minister of Minority Affairs to fill the vacancies in the Commission immediately. I also urge the Union Government to amend both the Constitution of India and the National Commission for Minorities Act 1992 and upgrade National Commission for Minorities as a constitutional body, entrust powers similar to that of SC/ST Commission established under Article 338, 338A, define atrocities against minorities as criminal offence and empower Commission to issue directions to register cases similar to that of SC/ST Atrocities Act, strengthen its investigative and enforcement powers to protect the interest of minority communities Dr. better. Ashok If Kumar the Mittal ji.